എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും സത്യസന്ധമായ വാർത്തകൾ ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് നമുക്കറിയാം, ഈ ഒരു കൊറോണ വന്നതിന് ശേഷം ലോകത്ത് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വൻതോതിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, അതേ ആളുകൾക്കും പുറത്തേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. പിന്നെ പലരുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് വൻ തട്ടിപ്പുകളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയ അപ്പൂപ്പന്മാരടുത്ത് വരെ മൊബൈൽ ഫോണുണ്ട്, അവർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂട്യൂബുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. ഈ ഒരു വാട്സപ്പ് കേന്ദ്രീകരിച്ചാണ് അധിക തട്ടിപ്പുകളും നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാട്സപ്പിൽ ഈ വെബ്സൈറ്റുകളുടെ ലിങ്ക് കൊടുത്തിട്ട്, അതായത് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തട്ടിപ്പുകളുണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് വരെ ചോദിക്കും. നിങ്ങളിത് കൊടുത്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിരവധി തട്ടിപ്പുകളാണ് നടത്തുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ വെബ്സൈറ്റിൻ്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് വരെ ഉണ്ടാക്കി തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു കൊറോണ വന്നതിന് ശേഷം സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ അധികം ഓൺലൈൻ വഴി ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അവർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണിത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ www.ecitizen-civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റിലെ അക്ഷയ സിറ്റിസൺ ലോഗിനിലൂടെ മാത്രമാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സ്വീകരിക്കപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾക്കായി ഇതല്ലാതെ മറ്റൊരു വെബ്സൈറ്റും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, നിലവിൽ റേഷൻ കാർഡിന് വേണ്ടി ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ മുഖേന പണം അടയ്ക്കേണ്ടതുമില്ല. അതിനാൽ റേഷൻ കാർഡ് അപേക്ഷകർ നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യാജ വെബ്സൈറ്റുകളിലൂടെ പണം നൽകി കബളിക്കപ്പെടാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് അവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ അവരുടെ ആ ഒരു ഒഫീഷ്യൽ സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ തന്നെ അക്ഷയ സിറ്റിസൺ ലോഗിൻ ചെയ്യുന്നതൊക്കെ ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴേക്ക് പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു സിറ്റിസൺ ലോഗിൻ്റെ ആ ഒരു സംഭവം കാണാൻ സാധിക്കും. ഇതാണ് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓൺലൈൻ വഴി അവർ പണമടക്കാനും പറയുന്നില്ല. ഈ ഒരു വെബ്സൈറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി പണമടക്കാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. പിന്നെ അതിലുള്ള പണവും നിങ്ങളുടെ നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു കൊറോണ ലോക്ക്ഡൗണായി കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയ സമയത്ത് എല്ലാ ജനങ്ങളും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട സംഭവമൊക്കെ ഈ ഒരു ഇൻ്റർനെറ്റ് വഴി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു സർക്കാരിൻ്റെ വെബ്സൈറ്റിൻ്റെ പേരിലൊക്കെ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടായി ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.